53 കിലോഗ്രാം വെയിറ്റ് കാറ്റഗറിയിൽ മത്സരിച്ച് തോറ്റതുകൊണ്ടാണ് 50 കിലോഗ്രാം വെയിറ്റ് കാറ്റഗറിയിൽ വിനീഷിന് മത്സരിക്കേണ്ടി വന്നത്. കൂടാതെ മത്സരത്തിനിടെ തോന്നിയ പോലെ ഭക്ഷണം കഴിച്ചിട്ടാണ് 2.7 കിലോഗ്രാം കൂടിയത്. കഷ്ടം തന്നെ. അവരെ തോൽപ്പിച്ചതാണ്, അവരെ പറ്റിച്ചതാണ്. ഷി വാസ് ഡിഫീറ്റഡ് ബൈ ദ സിസ്റ്റം. ഇത് ഒറ്റൊരു ദിവസത്തെ സംഭവ വികാസങ്ങളുടെ ആഫ്റ്റർ എഫക്റ്റ് അല്ല, മറിച്ച് നാം തിരിഞ്ഞു നോക്കേണ്ടത് 1.5 വർഷം മുമ്പ് തുടങ്ങിയ ഒരു പോരാട്ടത്തിലേക്കാണ്. വിനേഷിന്റെ ഒറിജിനൽ കാറ്റഗറി എന്ന് പറയുന്നത് 53 കിലോഗ്രാം ആണ്. എന്നാൽ ഇപ്രാവശ്യം ആ കാറ്റഗറിയിൽ വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ ലഭിച്ച ആൻഡിൻ പങ്കലാണ് മത്സരിക്കുന്നത്. എന്തുകൊണ്ടാണ് വിനേഷിന് ആ കാറ്റഗറിയിൽ മത്സരിക്കാൻ സാധിക്കാത്തത്? കാരണം വിനേഷ് വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തിരുന്നില്ല. ആ സമയം അവരും അവരുടെ കൂടെ നമ്മുടെ രാജ്യത്തെ വേൾഡ് പ്രോമിസിംഗ് ആയിട്ടുള്ള കുറച്ച് അത്ലറ്റ്സും കൂടെ ഒരു പ്രൊട്ടസ്റ്റിലായിരുന്നു. ആർക്കെതിരെയായിരുന്നു പ്രൊട്ടസ്റ്റ്? റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ മുൻ ചീഫായിട്ടുള്ള ബ്രിജ് ഭൂഷണെതിരെ. എന്തിനായിരുന്നു? സെക്ഷൽ ഹറാസ്മെന്റ്, ഇന്റിമിഡേഷൻ തുടങ്ങിയ അയാൾക്കെതിരെയുള്ള പരാതിയിൽ യാതൊരുവിധ നടപടിയും സ്വീകരിക്കാത്ത അധികൃതർക്കെതിരെ, പോലീസുകാർക്കെതിരെ, ഗവൺമെന്റിനെതിരെ, മോഷണം, കൊലപാതക ശ്രമം, ബാബരി മസ്ജിദ് പൊളിക്കല്, കലാപം അഴിച്ചുവിടൽ, കിഡ്നാപ്പിംഗ് തുടങ്ങിയ 38 കേസുകളുള്ള ഒരു മാന്യനായ BJP നേതാവ് തങ്ങളെ പീഡനത്തിനിരയാക്കി, പീഡന ശ്രമം നടത്തി, അത് പുറത്തു പറയാതിരിക്കാൻ ഭീഷണിപ്പെടുത്തിയെന്ന് റെസ്ലേഴ്സ് പരാതിപ്പെട്ടപ്പോൾ അത് വിശ്വസിക്കാൻ ആരും ഉണ്ടായില്ല. മറിച്ച് റെസ്ലേഴ്സ് എന്താ ചെയ്തത്? പോരാട്ടത്തിനിറങ്ങിയില്ലേ, തെരുവിലിറങ്ങി ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ തടസ്സപ്പെടുത്തി, വലിച്ചിഴച്ചു അവരെ തെരുവിലൂടെ. രാജ്യത്തിന് അപമാനമായിട്ട് അവരവരുടെ മെഡലുകൾ ഗംഗയിൽ ഒഴുക്കാനായിട്ട് പോയി. ഒരു കായിക താരത്തിന് ആരോഗ്യപരമായ ശരീരത്തിനേക്കാൾ വേണ്ടത് ആരോഗ്യപരമായ മനസ്സാണ്. ഏത് താഴെ നിന്ന് നിൽക്കുന്ന സമയവും രാജ്യം തങ്ങളുടെ കൂടെ ഉണ്ടെന്ന് ഉള്ള ഉറച്ച വിശ്വാസമാണ്, ആത്മവിശ്വാസമാണ് വേണ്ടത്. എന്നാൽ ശരിയാണ്, ഇത് തിരിച്ചു വരും, വിനീഷ് തിരിച്ചു വരും. പക്ഷെ കഴിഞ്ഞ 1.5 വർഷം അവർ സഹിച്ച സങ്കടങ്ങൾക്കും യാതനകൾക്കും മുറിവുകൾക്കും ആര് സമാധാനം പറയും? ശരിയാണ്, ട്രെയിൻ ചെയ്യേണ്ട, അതുപോലെ തന്നെ പരിക്കുകളിൽ നിന്ന് റിക്കവർ ചെയ്യേണ്ട, മാറ്റിൽ ഇറങ്ങേണ്ട, മനസ്സിൽ ഗുസ്തി മാത്രം ഉണ്ടാവേണ്ട സമയത്താണ് അവര് തെരുവിലേക്ക് ഈ ഒരു പോരാട്ടത്തിന് ഇറങ്ങുന്നത്, നിയമ പോരാട്ടങ്ങൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്നത്. ആ സമയത്താണ് വേൾഡ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നതും ആൻഡിൻ പങ്കൽ മെഡൽ ഉറപ്പിക്കുന്നതും. ഇനി അടുത്തൊരു ചോദ്യമാണ്, എന്തുകൊണ്ട് പിന്നെ 50 കിലോഗ്രാം കാറ്റഗറിയിൽ പോയി മത്സരിച്ചു എന്നുള്ളത്. 55-56 നാച്ചുറൽ വെയിറ്റ് ഉള്ള ഒരു 30-നോടടുത്തുള്ള സ്ത്രീക്ക് 50 കിലോഗ്രാം മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. എന്നിട്ടും വിനേഷ് അതിന് തയ്യാറായെങ്കിൽ വേറെ വഴിയില്ലാത്തത് കൊണ്ടാണ്. റെസ്ലിംഗ് നിയമങ്ങൾ ക്ലിയർ അല്ലാത്തത് കൊണ്ടാണ്. ഒരു ഭാഗത്ത് കേസിന്റെ ഭാഗമായി താൽക്കാലികമായി പിരിച്ചുവിട്ട WFI, അതായത് റെസ്ലേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ കമ്മിറ്റി, മറുവശത്ത് ബ്രിജ് ഭൂഷന്റെ ഏറ്റവും അടുത്ത സഹായിയായിട്ടുള്ള കൂട്ടാളിയായിട്ടുള്ള സഞ്ജയുടെ ഭാരവാഹിത്വത്തിൽ അത് തിരിച്ചു വരുന്നതും തൻ്റെ ഒളിമ്പിക്സ് മോഹം എന്നേക്കുമായിട്ട് മാഞ്ഞു പോകുമോ എന്നുള്ള പേടിയും കൊണ്ടാണ്. ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് ഒരു അത്ലറ്റിന്റെ അടങ്ങാത്ത അധിനിവേശമാണ്. അവർക്കറിയാം WFI തിരിച്ചു വരികയാണെങ്കിൽ അവരുടെ ഈ ഒരു ഒളിമ്പിക്സ് എന്ന് പറയുന്ന മോഹം പോലും ഇല്ലാതെയാവുമെന്നുള്ളത്. ഇനി രണ്ടാമത് കോച്ച്, ന്യൂട്രീഷനിസ്റ്റ്, അതുപോലെ തന്നെ സപ്പോർട്ടിംഗ് സ്റ്റാഫ്, ഇവർക്ക് ആർക്കോ പറ്റിയ ഒരു നെഗ്ലിജൻസ്, അതിൻ്റെ ബാക്കി പത്രമാണ് വിനേഷ് ഇന്ന് അനുഭവിക്കുന്നത്. കൂടാതെ 53 കിലോഗ്രാം കാറ്റഗറിയിൽ കുറച്ചുകൂടെ സ്വസ്ഥതയോടുകൂടി മത്സരിക്കേണ്ട വിനേഷിനെ പക്ഷെ ഇത്രയും പ്രഷറിൽ 50 കിലോഗ്രാം എന്ന പ്രഷറിൽ എത്തിച്ചത് ഈ സിസ്റ്റം തന്നെയാണ്. അവരെ സ്ലോ ആക്കിയതാണ്, അവരെ പറ്റിച്ചതാണ്, അവരെ ഒഴിവാക്കിയതാണ്. എന്നിട്ടും നട്ടല് പണയം വെക്കാത്ത ചില സ്പോർട്സ് പേഴ്സൺസ് അവരുടെ ഗ്രൂപ്പിലുള്ളത് കൊണ്ട് മാത്രമാണ് അവർ മത്സരിച്ചത്. യെസ്, ഡെഫിനറ്റ്ലി ഷി വാസ് ഡിഫീറ്റഡ് ബൈ ദ സിസ്റ്റം. പക്ഷെ നിങ്ങൾ ഓർക്കാതെ പോകുന്ന ഒരു കാര്യമുണ്ട്. 4 തവണ വേൾഡ് ചാമ്പ്യൻ ആയിട്ടുള്ള
യുയി സുസാക്കിയെ മലർത്തി അടിച്ചുകൊണ്ട് ഫൈനലിലേക്ക് വിനേഷ് വന്നപ്പോൾ തന്നെ ഷീ ഇസ് എ വാരിയർ. ഷീ ഡെഫിനറ്റ്ലി പ്രൂവ്ഡ് ഹെർസെൽഫ്. ഹാറ്റ്സ് ഓഫ്. വേറൊരു എത്തിനോട്ടം എപ്പിസോഡുമായിട്ട് തിരിച്ചു വരുന്നവരെ ടിൽ ദെൻ ബൈ.